ഓം നമ ശിവായ. ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഹോരാശാസ്ത്രകാരനായ വരാഹ മിഹിരാചാര്യൻ രേവതി നക്ഷത്രത്തിന് പറഞ്ഞിരിക്കുന്ന ലക്ഷണങ്ങളും അതിൻ്റെ 4 പാദങ്ങളുടെയും ലക്ഷണങ്ങളും അതിൻ്റെ അർത്ഥവും പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ആദ്യം നക്ഷത്രത്തിൻ്റെ ലക്ഷണം. സമ്പൂർണാംഗ സുഭഗ ശൂര ശുചിർ അർത്ഥവാൻ പൗഷ്ണേ. ഇതാണ് നക്ഷത്രത്തിൻ്റെ ലക്ഷണമായി ആചാര്യൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം നോക്കുമ്പോൾ പൗഷ്ണം രേവതി, സമ്പൂർണാംഗൻ സമ്പൂർണങ്ങളായ അവയവങ്ങളോട് കൂടിയവൻ, സമ്പൂർണങ്ങൾ തികഞ്ഞവ, അംഗങ്ങൾ അവയവങ്ങൾ, സുഭഗൻ സർവജനപ്രിയൻ, ശൂരൻ ശൗര്യത്തോട് കൂടിയവൻ, ശുചി ശുദ്ധനായവൻ, അർത്ഥവാൻ ധനവാൻ. ഇതാണ് ഓരോ വാക്കുകളുടെയും അർത്ഥം. ഇനി ഈ അർത്ഥങ്ങൾ കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പോൾ പരിപൂർണങ്ങളായ അവയവങ്ങളോട് കൂടിയവനും, സർവജനങ്ങൾക്കും പ്രിയപ്പെട്ടവനും, ശൗര്യത്തോട് കൂടിയവനും, ശുദ്ധനും, ധനവാനും രേവതി എന്ന നക്ഷത്രത്തിൽ ജനിക്കുന്നു. ഇതാണ് ഇതിൻ്റെ അർത്ഥഭാഗങ്ങൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ വരുന്നത്. ഇനി ഈ നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകം. പ്രമാദി, നിപുണ, സ്നിഗ്ധ, സുപ്രസന്ന, വിമത്സര, ക്ലേശാത്മക, പണ്ഡിത ച രേവത്യാദൗ തു ജായതേ. ഇതാണ് 1-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകം. ഇതിൻ്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം എടുത്തു നോക്കുമ്പോൾ പ്രമാദി അവധാനത ഇല്ലാത്തവൻ, നിപുണൻ സമർത്ഥൻ, സ്നിഗ്ധൻ സ്നേഹമുള്ളവൻ, സുപ്രസന്നൻ ഏറ്റവും പ്രസന്നനായവൻ, വിമത്സരൻ മത്സരത്തോട് കൂടാത്തവൻ, രേവത്യാദി രേവതിയുടെ ആദി, ക്ലേശാത്മകൻ വളരെ ക്ലേശത്തോട് കൂടിയവൻ, പണ്ഡിതൻ വിദ്വാൻ, നരൻ പുരുഷൻ, രേവത്യാദി രേവതിയുടെ ആദി, ആദി ആദ്യ പാദം. ഇതാണ് അർത്ഥങ്ങൾ. ഈ അർത്ഥത്തെ കൂട്ടി യോജിപ്പിച്ചാൽ അവധാനത ഇല്ലാത്തവനും, സാമർഥ്യമുള്ളവനും, സ്നേഹമുള്ളവനും, ഏറ്റവും പ്രസന്നനും, മത്സരത്തോട് കൂടാത്തവനും, വളരെ ക്ലേശങ്ങളോട് കൂടിയവനും, വിദ്വാനും രേവതിയുടെ ആദ്യ പാദത്തിൽ ജനിക്കുന്നു. അടുത്തത് നക്ഷത്രത്തിൻ്റെ 2-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകം നോക്കാം. ചോര, കാന്തവപു, കാമി, ദൃഢചിത്ത, സുധാരുണ, അജിതാത്മാ, മൃദു ചൈവ ദ്വിതീയാംശേ തു ജായതേ. ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം നോക്കുമ്പോൾ ചോര കള്ളൻ, കാന്തവപുസ് മനോഹരമായ ശരീരമുള്ളവൻ, ദൃഢചിത്തൻ ദൃഢമായ മനസ്സോടു കൂടിയവൻ, ദൃഢം ഉറച്ച, അതായത് ഉറച്ച മനസ്സോടു കൂടിയവൻ, സുദാരുണൻ ഏറ്റവും ഭയങ്കരൻ, അജിതാത്മാവ് അജിത ജയിക്കപ്പെടാത്തത്, അജിതാത്മാവ് ജയിക്കപ്പെടാത്തവൻ, മൃദു മൃദുവായ ശരീരമുള്ളവൻ, നരൻ പുരുഷൻ, ദ്വിതീയാംശം 2-ാം പാദം. ഇതാണ് അർത്ഥങ്ങൾ. ഇതിനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ കള്ളനായിരിക്കുന്നവനും, മനോഹരമായ ശരീരത്തോടു കൂടിയവനും, കാമിയും ഉറച്ച മനസ്സുള്ളവനും, അതിഭയങ്കരനും, ഇന്ദ്രിയങ്ങളെ ജയിക്കാത്തവനും, മൃദുവായ ശരീരമുള്ളവനും,
രേവതിയുടെ 2-ാം പാദത്തിൽ ജനിക്കുന്നു. അടുത്തത് നക്ഷത്രത്തിൻ്റെ 3-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകമാണ്. കുടില കുമതി ചൈവ വിഗുണ പാപചേഷ്ടിത ഉദാരോ നിർധന ചൈവ തൃതീയാംശേ തു ജായതേ. ഇതാണ് ശ്ലോക ഭാഗം. ഇതിൻ്റെ ഓരോ വാക്കുകളുടെയും അർത്ഥം നോക്കുമ്പോൾ കുടിലൻ വളഞ്ഞ ശരീരമുള്ളവൻ, കുമതി ദുർബുദ്ധി, വിഗുണ ഗുണങ്ങളോട് കൂടാത്തവൻ, പാപചേഷ്ടിതൻ പാപപ്രവൃത്തികൾ ചെയ്യുന്നവൻ, ഉദാരൻ മഹാശരീരൻ, നിർധനൻ ദരിദ്രൻ, നരൻ പുരുഷൻ. തൃതീയാംശം 3-ാം പാദം. ഇതാണ് വാക്കുകളുടെ അർത്ഥങ്ങൾ. ഈ വാക്കുകളുടെ അർത്ഥങ്ങളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ വളഞ്ഞതും മഹത്തായതുമായ ശരീരത്തോടു കൂടിയവനും, ദുർബുദ്ധിയുള്ളവനും, പാപകർമ്മങ്ങൾ ചെയ്യുന്നവനും രേവതിയുടെ 3-ാം പാദത്തിൽ ജനിക്കുന്നു. അടുത്തത് നക്ഷത്രത്തിൻ്റെ 4-ാം പാദത്തിൻ്റെ ലക്ഷണ ശ്ലോകമാണ്. കുലാന്തക ശുചിർധീര സത്യവാദി വിചക്ഷണ ശൂരോ രിപുവിനാശീ ച രേവത്യന്ത്യേ തു ജായതേ. ഇതാണ് ശ്ലോക ഭാഗം, 4-ാം പാദത്തിൻ്റെ ശ്ലോക ഭാഗം. ഇതിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം നോക്കുമ്പോൾ കുലാന്തകൻ കുലത്തെ നശിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ കുലത്തെ ഇല്ലാതാക്കുന്നവൻ, ശുചി ശുദ്ധൻ, ധീരൻ ധൈര്യത്തോടു കൂടിയവൻ, വിചക്ഷണൻ വിദ്വാൻ, ശൂരൻ ശൗര്യത്തോടു കൂടിയവൻ, രിപു വിനാശി ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ, രിപു ശത്രുക്കൾ, നരൻ പുരുഷൻ. രേവത്യന്ത്യം രേവതിയുടെ അന്ത്യം, അന്ത്യം 4-ാം പാദം. ഈ അർത്ഥങ്ങളെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ കുലത്തിന് നാശത്തെ ചെയ്യുന്നവനും, ശുദ്ധനും ധൈര്യമുള്ളവനും, സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവനും, വിദ്വാനും ഐശ്വര്യമുള്ളവനും, ശത്രുക്കളെ നശിപ്പിക്കുന്നവനും രേവതിയുടെ 4-ാം പാദത്തിൽ ജനിക്കുന്നു. ഇതാണ് രേവതി നക്ഷത്രത്തിൻ്റെയും അതിൻ്റെ പാദങ്ങളുടെയും ലക്ഷണ ശ്ലോകങ്ങളും അതിൻ്റെ അർത്ഥവും. വീഡിയോ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം. തലക്കുറി, ജാതകം, വിവാഹ പൊരുത്തം, മുഹൂർത്തം, പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ സേവനങ്ങൾക്കും 9655232894 എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ, ജ്യോതിഷ ആചാര്യ. ഓം നമഃ ശിവായ.